ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന സിനിമയുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ ചർച്ചകൾ നിൽക്കുമ്പോഴേക്കും ഇപ്പോൾ നിർമ്മാതാവ് രഞ്ജിത്ത് എന്നോടൊപ്പം നിൽക്കുകയാണ്. സർ, ഒരു വലിയ സമരം 3 സംഘടനകളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. പ്രധാനമായും ഒരു വലിയൊരു ആശയം അല്ലെങ്കിൽ ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ടുള്ള ആവശ്യവുമായിട്ടാണ് നിങ്ങൾ എത്തുന്നത്. ഒരു കലാകാരന് മേലുള്ള അവരുടെ സ്വാതന്ത്ര്യമില്ലായ്മയും കൂടെ ചോദ്യം ചെയ്തുകൊണ്ട് നിങ്ങൾ പോസ്റ്ററുകളും വെച്ചിട്ടുണ്ട്, പഴയ ഇതുപോലെ സിനിമകളും. ഈ സമരം കൊണ്ടുള്ള പ്രധാന ഉദ്ദേശം ആക്ച്വലി ഇത് ശരിക്കും പറഞ്ഞാൽ ജനാധിപത്യ വിരുദ്ധമായ കാര്യം തന്നെയാണല്ലോ. കാരണം ഇത് ഇന്ത്യയിൽ അടിച്ചേൽപ്പിക്കപ്പെടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് എന്തുമാകാം, പക്ഷെ ഇങ്ങനൊരു അമിതമായ അടിച്ചേൽപ്പിക്കൽ എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. ഇത് ശരിക്കും ഈ സിനിമ ഇപ്പം തുടങ്ങിയതല്ല, വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ പറഞ്ഞ ഇതിന്റെ സ്ക്രിപ്റ്റ് ഉണ്ടാക്കി, ഇതിന് ശേഷം ഇതിന്റെ കഥ കേട്ട് അതിനുശേഷം ഒരു എത്രയോ ആളുകളുടെ പ്രയത്നത്തിൽ ഉണ്ടായ ഒരു സിനിമ ഒരു നിമിഷം വന്നിട്ട് ഇതിൽ ജാനകി എന്ന് പറയുന്ന പേര് ഉപയോഗിക്കാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ സെൻസർ ബോർഡിന്റെ നിയമാവലിയിൽ അത് ഉൾപ്പെടുത്തണം. ജാനകി എന്ന പേര് വെക്കരുത് എന്ന് പറഞ്ഞ് ഉൾപ്പെടുത്തണം. ഇതിനൊരു ഇതുണ്ടല്ലോ, ഒരു നിയമാവലി ഉണ്ടല്ലോ. ആ നിയമാവലിയിൽ എന്തെല്ലാമാണ് പറഞ്ഞിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് വായിച്ചു നോക്കിയാൽ അറിയാൻ പറ്റും. അതിലുള്ളത് അനുസരിക്കാൻ നമ്മൾ തയ്യാറാണ്. നമ്മൾ ഈ പേരുകൾ മാറ്റുക അല്ല, ഇത്തരം കാര്യങ്ങളൊന്നും ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല. ഇത് തികച്ചും ജനാധിപത്യ വിരുദ്ധമാണ്. ഇതിനെതിരെ സിനിമാ സംഘടനകളുടെ ശക്തമായ സമരത്തിലൂടെ ഇത് പിൻവലിക്കുന്നവരെ തുടർന്നുകൊണ്ട് പോയിക്കൊണ്ടേയിരിക്കും. ഇത് അല്ലാതെ ഈ സിനിമയുടെ ഒരു നിലനിൽപ്പ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇനിയും വരും കാലങ്ങളിൽ പല കാര്യങ്ങളും പറയുമല്ലോ. അത്തരം കാര്യങ്ങൾ അംഗീകരിക്കാൻ കഴിയാത്തതുകൊണ്ട് സിനിമാ സംഘടനകൾ ശക്തമായ സമരത്തിലൂടെ ഇത് നേടിയെടുക്കാൻ വേണ്ടി തന്നെയാണ് നിലകൊള്ളുന്നത്. അതോടൊപ്പം തന്നെ ഈ സിനിമയുടെ ട്രെയിലറും ഒക്കെ സെൻസർ ചെയ്യുന്ന സമയത്ത് പോലും ഇത് ഒരു മാസത്തോളം തിയേറ്ററുകളിൽ കളിച്ചൊരു ട്രെയിലറും ഒക്കെയാണ്. ആ സമയത്ത് ഒന്നും ഉണ്ടായിരുന്നില്ലാത്ത പ്രശ്നം സിനിമയുടെ റിലീസിനോട് എടുക്കുമ്പോൾ എന്താണെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്? ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ കേരളത്തിലെ സെൻസർ ഓഫീസിൽ പോലും അല്ലല്ലോ ഇഷ്യൂ. കേരളത്തിലെ സെൻസർ ഓഫീസിന് മുമ്പിൽ സമരം നടത്തുന്നു എന്ന് പറയുമ്പോൾ സെൻസർ ഓഫീസ് ഇവിടെ നിന്നല്ല, ഇവിടെ അങ്ങനെ ഒരു സെൻസർ ബോർഡ് കാണുകയും കാര്യങ്ങളും അത് അംഗീകരിക്കുകയൊക്കെ ചെയ്യപ്പെട്ട സിനിമ പിന്നീട് അത് വെട്ടിമാറ്റാൻ അവിടുന്ന് വരികയായിരുന്നു. അപ്പൊ ഇത് എങ്ങനെ അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. കാരണം ഇതിന് നേരത്തെ ശരിക്കും പറഞ്ഞാൽ ബി ഉണ്ണികൃഷ്ണൻ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട്. കാരണം ഇത് ഒരു ട്രെയിലർ തിയേറ്ററിൽ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ജാനകി എന്നുള്ള പേരിൽ. അതിനില്ലാത്ത പ്രശ്നമാണ് അടുത്ത സിനിമ വരുമ്പം. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇനിയും പല പല കാര്യങ്ങൾ ഇതുപോലെ നടപ്പാക്കാൻ പറ്റും എന്ന് പറയുന്ന ഒരു ധാർഷ്ട്യം ഉണ്ട്. അതിനെതിരെയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. എന്നുവെച്ചാൽ കലാകാരന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ കൈകടത്താൻ പാടില്ല. ആകാം, എന്തുമാകാമെന്ന് കലാകാരൻ വിചാരിക്കുകയും ചെയ്യരുത്. നമുക്ക് ആകാവുന്ന കാര്യങ്ങളിലും അംഗീകരിക്കുക എന്നുള്ളത് ആവശ്യമാണ്. ഇത് തന്നെയാണ് നിർമ്മാതാവ് രഞ്ജിത്ത് പറയുന്നത്. കൃത്യമായ ജനാധിപത്യ വിരുദ്ധമാണ് എന്നതും കൂടി അദ്ദേഹം പറയുന്നു. അങ്ങനെയെങ്കിൽ സെൻസർ ബോർഡ് കൃത്യമായി പറയട്ടെ, ജാനകി എന്നുള്ള പേര് ഉപയോഗിക്കാൻ പാടില്ല എന്ന് സെൻസർ ബോർഡിന്റെ നിയമാവലി വരട്ടെ എന്നുള്ളതാണ് നിർമ്മാതാവ് രഞ്ജിത്ത് പറയുന്നത്. ക്യാമറമാൻ സന്തോഷിനൊപ്പം ഹരികൃഷ്ണൻ, ന്യൂസ് 18.